ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിക്കറിയാണ് വെക്കാൻ പോകുന്നത്. തേങ്ങ അരയ്ക്കാത്തത്. ഇത് തേങ്ങ അരയ്ക്കാതാണ് ഇന്നത്തെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 1 കപ്പ് ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി. ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഇനി ചെറിയ ഉള്ളി, ഒന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. അടച്ചിട്ട് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് പുളി ഇങ്ങനെ നല്ലോണം ഞെവിടി കൈ വെച്ചൊന്ന് ഞെവിടി കൊടുക്കണം. ചെറുതായിട്ട് ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട്. അടച്ചു വെക്കാം. നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്. ചെറിയ തീ വെച്ച് വേണം ഇത് ചെയ്യാൻ. ചെറിയ ഉള്ളി എടുക്കാതെ നല്ല ടേസ്റ്റ്. വലിയ ഉള്ളിക്ക് കൂടുതൽ മധുരമായിരിക്കും. ഇപ്പോഴും ചട്ടിയിലേ വയ്ക്കാവൂ. ചട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഏത് കറികളായാലും ചട്ടി വയ്ക്കാം. ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. പൊടിയൊക്കെ ചേർക്കാം. മസാലക്കൂട്ട് ഇങ്ങോട്ടോട്ട് ചേർക്കാം. മഞ്ഞപ്പൊടി അത് 1 സ്പൂൺ മതി. മുളക് പൊടി 1 സ്പൂൺ, എരിക്കനുസരിച്ച്. ഇത് സാധാ മുളക് പൊടി കുറച്ച്, എരിവിനനുസരിച്ച്. ഇത് കാശ്മീരി മുളക് പൊടി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അത് 1 സ്പൂൺ മതി. പൊടിയല്ലാതെ കിടന്ന് റെഡിയായി. ഇനി നമുക്ക് പുളി ഒഴിക്കാം. പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കാം. 1 കപ്പ് ഒരു കിണ്ണിക്കാൻ ഞാൻ എടുത്തത്, അത് 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം.
ഇതൊന്ന് അടച്ചു വയ്ക്കാം. കറിയൊക്കെ തിളച്ചൊക്കെ വരുന്ന ഇതൊക്കെ ആയി വരുന്നുണ്ട്. ഇച്ചിരി കൊണ്ടൊന്ന് പറ്റിയാൽ മതി. എണ്ണ തെളിഞ്ഞ് വരണം, എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. പിന്നെ നമുക്കതിന് ചെറിയൊരു മേമ്പൊടിയായിട്ട് ഇടാം. നമുക്ക് ശർക്കര വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കാം നമ്മളതിന്, മധുരമൊക്കെ ഒന്ന് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങയൊന്നും അരയ്ക്കണ്ട, ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ തയ്യാറാക്കി നോക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കുന്നതാണ്.